നമസ്കാരം, എല്ലാവർക്കും കേരള കിരിയസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 30/4/2025 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ലൈൻമാൻ 4 വിളിച്ചിരിക്കുന്നത് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതിൽ ഇലക്ട്രിക്കൽ വിങ്ങിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കിരിയസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 32/2025. വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ ഇലക്ട്രിക്കൽ വിങ്ങിലേക്കാണ് നോട്ടിഫിക്കേഷൻ തസ്തിക വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ലൈൻമാൻ. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 26,500 രൂപ മുതൽ 60,700 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസായാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായി കൊടുത്തിരിക്കുന്ന ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം. അതിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് കൊല്ലം, അതും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. മൂന്നാമത് എറണാകുളം, അതും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. നാലാമത് തൃശ്ശൂർ, അതും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അഞ്ചാമത് പാലക്കാട്, അതും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 5 ജില്ലയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. വേക്കൻസീസ് എല്ലാം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്ട് വൈസായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1989 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മിനിമം ജനറൽ ക്വാളിഫിക്കേഷൻ, അതായത് SSLC പാസ്സായിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതും നിങ്ങൾ 1 വർഷം കുറയാത്ത ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് പാസ്സായിരിക്കേണ്ടതാണ്. അതും ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദി ഗവൺമെൻറ്റിൻ്റേത് പാസ്സായിരിക്കേണ്ടതാണ്. അതിനുള്ള എക്സാമ്പിൾസാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ആദ്യമായി വരുന്നത് നിങ്ങൾക്ക് സിറ്റി ആൻഡ് ഗിൽഡ്സ് എക്സാമിനേഷൻ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ AC ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗ്രേഡ്. ഈ കോഴ്സ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ കോഴ്സ് 31/3/1985 ശേഷം പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായി പറ്റുന്നതല്ല. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം അടുത്ത ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് MGTE അല്ലെങ്കിൽ KGTE, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹയർ ഇലക്ട്രിക്കൽ ലൈറ്റ്സ് ആൻഡ് പവർ പാസ്സായിട്ടുള്ളവരോ, അതും അല്ലെങ്കിൽ ഗ്രേഡ് 3 സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ ഓർ ലൈൻമാൻ, അതും വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് പാസ്സായിട്ടുള്ളവരോ, ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ അല്ലാത്ത പക്ഷം ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകൾ ഇതിനു മുമ്പ് പറഞ്ഞ ക്വാളിഫിക്കേഷനുകൾ ഇല്ലാത്ത പക്ഷം
ഈ നോട്ടിഫിക്കേഷന് പ്രീവിയസ് ഇയറുകളിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനാണ് ഇനി പറയാനായി പോകുന്നത്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതിൽ ആദ്യമായി വരുന്നത് ITI അല്ലെങ്കിൽ ITC വയർമാൻ, രണ്ടാമതായി വരുന്നത് ITI അല്ലെങ്കിൽ ITC ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മൂന്നാമതായി വരുന്നത് NAC ഇലക്ട്രീഷ്യൻ, നാലാമതായി വരുന്നത് KGCE അതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അഞ്ചാമതായി വരുന്നത് KGCE അതിൽ ഇലക്ട്രിക്കൽ, അതും അല്ലെങ്കിൽ ആറാമതായി വരുന്നത് NTC ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഏഴാമതായി വരുന്നത് NTC വയർമാൻ, എട്ടാമതായി വരുന്നത് NTC ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ, ഒൻപതാമതായി വരുന്നത് NTC ഇലക്ട്രിക്കൽ, പത്താമതായി വരുന്നത് SCVT അതിൽ ഇലക്ട്രീഷ്യൻ, പതിനൊന്നാമതായി വരുന്നത് NCVT അതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പന്ത്രണ്ടാമതായി വരുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പതിമൂന്നാമതായി വരുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, പതിനാലാമതായി കൊടുത്തിരിക്കുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രോണിക്സ്, അടുത്തതായി കൊടുത്തിരിക്കുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പതിനാറാമതായി കൊടുത്തിരിക്കുന്നത് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ്, പതിനേഴായി കൊടുത്തിരിക്കുന്നത് NCVT സർട്ടിഫിക്കറ്റിൽ ഇലക്ട്രിക്കൽ പാസ്സായിട്ടുള്ളവർ, അടുത്തത് പതിനെട്ടായി കൊടുത്തിരിക്കുന്നത് BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പത്തൊമ്പതാമതായി കൊടുത്തിരിക്കുന്നത് BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇരുപതാമതായി കൊടുത്തിരിക്കുന്നത് BE ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, 21 കൊടുത്തിരിക്കുന്നത് BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, 22 കൊടുത്തിരിക്കുന്നത് BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, 23 കൊടുത്തിരിക്കുന്നത് MTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, 24 കൊടുത്തിരിക്കുന്നത് MTech പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ്, 25 കൊടുത്തിരിക്കുന്നത് BTech MTech പവർ ഇലക്ട്രോണിക്സ്, 26 കൊടുത്തിരിക്കുന്നത് എയിമിൽ സെക്ഷൻ A ആൻഡ് B ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ പറയുന്ന 26 ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/6/2025. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.